ഹായ് ഗൈസ്, എല്ലാവർക്കും OSP ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് DC. ലോകേഷ് കനകരാജ് ഡെബ്യൂട്ടായിട്ട് ആക്ട് ചെയ്ത സിനിമയാണ്. പിന്നെ അതേപോലെ അരുൺ മത്തേശ്വർ നമ്മുടെ ക്യാപ്റ്റൻ മില്ലറിന് ശേഷം സംവിധാനം ചെയ്ത ഒരു പടമാണ്. അതില് വയലൻസ് ആണ്. അതെ, പുള്ളിയുടെ ഒരു മെയിൻ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലന്റ്, കുറച്ച് ഗോറായിട്ടുള്ള കുറെ സിനിമകളാണ്. അതിൽ നിന്നും വ്യത്യസ്തതൊന്നുമില്ല ഇതിൽ. പക്ഷെ റൊമാൻസും ഉണ്ട്, അതേപോലെ വയലൻസും ഉണ്ട്. അതിന്റെ രണ്ടിന്റെ ഒരു മിക്സ്, റൊമാൻസും വയലൻസും തമ്മിൽ ചേരുമ്പോൾ നല്ലൊരു രസമാണ്. ആ ഒരു രസം ഈ സിനിമ തന്നിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു അവസാനം ആ ഒരു സിംബോളിക്സിസം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഈ സിനിമ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ പുള്ളിന്റെ ഈ ഫസ്റ്റ് മൂവി റോക്കി അത് കണ്ടു. അത് ഭയങ്കര രസമുള്ള പടം. നമ്മൾ ഈ ചില പീരീഡ്സ് ഇറക്കുന്ന ഒരു സിനിമാസ് ഉണ്ടല്ലോ, ഓരോ പീരീഡ്സിൽ ബെഞ്ച് മാർക്കായിട്ട് വരുന്നു. ഇപ്പൊ ലൈക്ക് നമ്മുടെ വടച്ചെന്നൈ പോലത്തെ പടം. അപ്പം അമ്മാതിരി പടങ്ങൾ, ഇപ്പം ധനുഷിന്റെ പുതുപ്പേട്ട അങ്ങനത്തെ പടങ്ങളുണ്ട്. പഠിക്കാത്തല്ല പുതുപ്പേട്ട അതേപോലുള്ള ഒരു ടൈപ്പ് സാധനം അതിനകത്ത്. അപ്പൊ അതും ഇതേ അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെന്റ്. അതൊരു 5-6 കൊല്ലം മുന്നേ ഇറങ്ങിയത്. അപ്പൊ അതിനകത്ത് ഭാരതി രാജ, ഈ വസന്ത് രവി അവരൊക്കെ ആക്ട് ചെയ്ത സാധനം. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പിന്നെ ഈ ക്യാപ്റ്റൻ മില്ലർ. പക്ഷെ ഈ എല്ലാ പടത്തിനെക്കാട്ടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടു. അതിലൊന്നും കിട്ടാത്തൊരു കിക്ക് ഇതിലുണ്ട്. ഭയങ്കര കിക്ക്. എനിക്ക് തോന്നുന്നു ബെസ്റ്റ്, പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് പടമാണ്. ബെസ്റ്റ് സാധനം. ഭയങ്കര ഒരു മേക്കിംഗ്, പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. ക്യാപ്റ്റൻ മില്ലർ ആവട്ടെ, അതും കുറച്ച് ഉണ്ട് സാധനം ഉണ്ട്. പക്ഷെ അതൊരു അങ്ങനെ ഒരു വർക്ക് ആവൂല. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഫുള്ളായിട്ട് ആ ഒരു ഓഡിയൻസിനെ ക്രാപ്പ് ചെയ്യുന്ന. ഇതൊരു ഗാങ്സ്റ്റർ പടമാണെങ്കിലും ഇതൊരു എന്തോന്നു, സാധാരണ ഗാങ്സ്റ്റർ പടങ്ങൾ ഇങ്ങനെ വലിയൊരു നമുക്ക് എൻജോയ് ചെയ്യാൻ ജേണി കാണിക്കും. എന്ന് വെച്ചാൽ എങ്ങനെ ഗാങ്സ്റ്റർ ആവുന്നു, അണ്ടർഡോഗ് എങ്ങനെ ആവുന്നു. ഫീഡിങ് ഇല്ലാത്തൊരു പടമായിരുന്നു. ഒട്ടും ഭയങ്കരമായിട്ട് നമുക്ക് പറയുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ. പുള്ളി ഈ നീ പറഞ്ഞ കാര്യമില്ല, എങ്ങനെ ഗാങ്സ്റ്റർ ആവുന്നു എന്ന സാധനമൊക്കെ, അതൊക്കെ ഒരു 2-3 ഡയലോഗ്സിൽ എവിഡന്റ് അത്രേ ഉള്ളത്. പക്ഷെ അതിന്റെ ഇമ്പാക്ട് ആണ് കൂടുതലടാ. അതിന്റെ കൂടെ ഇതില് ഈ നമ്മളിപ്പം സാധാരണ ഗാങ്സ്റ്റർ മൂവിയിലൊക്കെ കാണും, ഈച്ചെ പോലെ ആൾക്കാരെ കൊല്ലുമല്ലോ. അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു എനിക്ക് വെറുതെ അങ്ങനെ അതാണ് മേക്ക് ബിലീഫ്. ഒരു ഈ ഒരു ഇതിന്റെ ഒരു മെയിൻ ആക്ടർ, മെയിൻ ഇത് ലോകേഷ് അഭിനയിച്ചത്, അത് കുറച്ചും കൂടി ഇമോഷണലി നല്ല രീതിയിൽ നമ്മളെ കണക്ട് ആവും. പിന്നെ പുള്ളി ഒരു ഹീറോ പോലെയാണ് അതില്. അതാണ് ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ വരെ ഫുള്ളി ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് കിട്ടിയിട്ടുള്ളൊരു മനുഷ്യനാണ് അങ്ങേര്. കാര്യം ഈ പുള്ളീന്റെ തന്നെ മറ്റേ LCU ആ സാധനം. അപ്പൊ അതിന്റെ പേരിൽ പുള്ളിക്ക് ഊക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ ഈ പടത്തിൽ അഭിനയിക്കാതെ ട്രെയിലറൊക്കെ കണ്ടപ്പം പുള്ളിയെ കൊണ്ടൊക്കെ പറ്റുമോ എന്നൊരു സാധനമൊക്കെ. അപ്പൊ അതിനൊക്കെ എവിഡന്റ് ആയിട്ടുള്ള ഒരു പക്ക ആൻസർ. കാര്യം പുള്ളിക്ക് സ്റ്റേജ് ചെയ്യാൻ മാത്രമല്ല, പുള്ളിക്ക് അത് എവിഡന്റ് ആയിട്ട് പ്രാക്ടിക്കലി കാണിക്കാനും അറിയാം. അപ്പം ഇപ്പം മനസ്സിലാവും പുള്ളി എങ്ങനെ മറ്റേ വിക്രമും മറ്റേ കൈദിയൊക്കെ ചെയ്തെന്നുള്ളത്. കാരണം അമ്മാതിരി സ്വാഗ് പുള്ളി ചെയ്യുന്നുണ്ട്. കാര്യം ഇതിന്റെ കൂടെ ഈ മ്യൂസിക്കിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ കയറി വരുമ്പം അല്ല, അതില് ഒരു മ്യൂസിക് ഇല്ലാത്തൊരു മൊമെന്റ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. എല്ലാത്തിലും എപ്പോഴും ഒരു മ്യൂസിക്കിന്റെ ഒരു സംഭവം ഉണ്ട്. അതിന് സത്യം പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സീനൊക്കെ അങ്ങ് മ്യൂസിക് എലിവേറ്റ് ചെയ്യുന്നു. പിന്നെ വേടന്റെ ഒരു ഇതൊക്കെ ഉള്ള ആ ഒരു ഭാവമൊക്കെ ഭയങ്കര രോമാഞ്ചം പറഞ്ഞ. ശരിക്കും മറ്റേ ഗൺസ് ആൻഡ് റോസസിന്റെ പ്ലേസ്മെന്റ്, അതായത് മറ്റേ നമ്മൾ ട്രെയിലറിൽ കാണുന്ന മ്യൂസിക്, അത് പെട്ടെന്ന് വരുന്ന സാധനമല്ല. കൊറേന്റെ ഇടയ്ക്ക് കയറി പക്ക എലിവേഷൻ ഒരു സാധനം വരും. അതിനകത്ത് ഒരു പെർഫോമൻസും കൂടെ വരുമ്പം ഹെവി സാധനം. പിന്നെ ഇവിടെ നടിമാര്, ഇപ്പം സഞ്ജന ഫസ്റ്റ് ഒരു ആക്ട്രസ്. സഞ്ജന ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വാമിക്ക് ഒരു തോക്കും കൊടുത്തു വിട്ട ഒരു റോസയും കൂടെ. അത് ഈ സിനിമ എനിക്ക് അതിലിടയ്ക്ക് ഒരു ഇതിൽ പോസ്റ്ററിൽ കാണിക്കാം, ബോണി ആൻഡ് ക്ലൈഡിൻ്റെ പഴയൊരു അമേരിക്കൻ റോബേഴ്സ് ആണ്, അതിൻ്റെ ഒരു സിനിമയൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ എടുക്കുന്നത്. ഇത് ഈ DC എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാ പേര്. അതെ, ആ ഒരു ബോണി ആൻഡ് ക്ലൈഡിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ഇതിലും കാണിച്ചത്. അപ്പം ആ ഒരു ഇവർ രണ്ടുപേരുടെ ഒരു ഇടയ്ക്കൊരു എഡിറ്റിംഗ് ഭാഗമുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഒരു ലോകേഷിന്റെ എന്താണ് സംഭവിക്കുന്നത്, വാമികയുടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റിംഗ് സംഭവമുണ്ട്. അത് കിടിലൻ എഡിറ്റിംഗ്. അത് കുറച്ചു നേരം നീണ്ടുപോയി തോന്നി, പക്ഷെ എന്നാലും സംഭവം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എഡിറ്റിംഗ് സീക്വൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഇതില് ലോകേഷിന്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ, സട്ടിലായിട്ട്, അതായത് നല്ല രീതിയിലുണ്ട് പുള്ളി. അതാ പഴയ ധനുഷിന്റെ ഈ പടങ്ങളൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ പുള്ളി വരും ഒരു എക്സ്ട്രാ ഓർഡിനറി പവറും കാണിക്കാത്ത ഒരു സാധാരണ ഒരു പയ്യൻ, അവന് വരുന്ന ഇമോഷൻസ് അത് നല്ല രീതിയിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് പിന്നെ ഈ ഇതിനകത്ത് ഈ കരച്ചിലും പിഴിച്ചിലും ഒമ്മാതിരി സാധനമൊന്നുമല്ല, പക്ഷെ ആസ് എ ഗാങ്സ്റ്റർ അല്ലെങ്കിൽ അത്രയും റോഗായിട്ടൊരു ക്യാരക്ടറിന് ഡിമാൻഡ് ചെയ്യുന്ന സാധനം പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്, ഒന്നും പറയില്ല. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ക്യാമറ വർക്കൊക്കെ അടിപൊളി സാധനം, ഫ്രെയിമിംഗ് ഒക്കെ പക്ക ഫ്രെയിമിങ്, പിന്നെ എഡിറ്റിംഗ് ക്ലാസ് എഡിറ്റിംഗ് സൂപ്പർ ആയിരുന്നു കേട്ടോ, അതൊരു ഫ്രഷ്നെസ് തോന്നി, നല്ല ഫ്രഷ്നെസ്. പിന്നെ ഈ വാമിക്കയുടെ ഒരു സ്വാഗ്, അത് സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ക്രീൻ പ്രസൻസ്. പുള്ളിക്കാരിയെ മാത്രം ഇങ്ങനെ ഈ ഗൺസ് അതൊന്നും ഇല്ലാന്ന് തന്നെ സ്ക്രീനിൽ കാണിക്കുമ്പോഴും ആ ഒരു അനിമോസിറ്റിയൊക്കെ മുഖത്ത് ഇങ്ങനെ കാണിക്കുമ്പോഴും ഒക്കെ വണ്ടർഫുൾ ആക്ടർ ഷീസ്. അത് മുഖത്തെ ഒരു നമ്മള് സാധാരണ അത് എളുപ്പമല്ല, അത് ഭയങ്കര പാടാ. അത് പ്രത്യേകിച്ച് നമുക്ക് കൺവിൻസ്ഡ് ആവണമെങ്കിൽ നമ്മൾ മുഴുവനും മറ്റേ മാസ്കുലിൻ ആയിട്ടുള്ള നായകന്മാരെയൊക്കെയാണ് കൂടുതൽ കണ്ട് പരിചരിച്ചത്, ഹൈപ്പർ മാസ്കുലിറ്റിയാണ് നമ്മൾക്ക് പരിചരിച്ചത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ പുള്ളിക്കാരിയിലുണ്ട്, മറ്റേ ഈ റിവെഞ്ചിന്റെ മറ്റേ ഒരു സീനില് മറ്റേ പുള്ളിക്കാരി ഒരു വൂൾഫ് പോലെ ഒരു സാധനം ഇറക്കുന്ന, അതാണ് ഉദ്ദേശിച്ചത്. ആ ഐറ്റം അല്ല, അത് ഭയങ്കര അതാരും ശ്രദ്ധിക്കാതെ പോകുന്ന സാധനം. അത് എനിക്ക് തോന്നുന്നു വേറെ ചിലപ്പോ ആൾക്കാരുടെ ഫേസിൽ ചിലപ്പോ അത്ര ചേരൂല, പക്ഷെ പുള്ളിക്കാരിയുടെ ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവര് ഈ കോ ആക്ടേഴ്സ്, സപ്പോർട്ടിങ് ആക്ടേഴ്സ്, അയ്യോ അത് കാര്യം ഇത് പറയുന്ന കുറെ തീംസ് ഉണ്ട്. അതായത് ബോണ്ടേജ്, പിന്നെ ഈ പറയുന്ന കണക്ക് ഫാദർ സൺ ഒരു ബോണ്ടേജ് വരുന്നുണ്ട്, പിന്നെ ബ്രദർഹുഡ് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിങ്ങനെ ഇത്രയും ഇമോഷൻസ് എല്ലാം ഇവര് ഈ രണ്ടുപേര് മാത്രമല്ല, ഈ കോർ ആക്ടേഴ്സ് സപ്പോർട്ടേഴ്സ് ഭയങ്കര ലെവലായിട്ട് അഭിനയിച്ചേക്കുന്നത്. അത് നമുക്കത് ഇന്റൻസിഫൈ ആയിട്ട് കിട്ടും. പഴയ ആ സുബ്രഹ്മണ്യപുരത്തിലത്തൊക്കെ ഒരു സാധനം വരുമല്ലോ, അതേ ഒരു സാധനം ടിപ്പിക്കലി കയറി വരും. പിന്നെ പോലീസായിട്ട് അഭിനയിച്ച ക്രിഷ് ദയാലിന്റെ ഒരു തിയേറ്റർ പുള്ളി എനിക്കൊന്ന് ഫാമിലി മാൻ 2 ഞാൻ കണ്ടുള്ളൂ. പിന്നെ അല്ലാതെ വലിയ പടത്തിലൊന്നും അങ്ങനെ അധികം കണ്ടിട്ടുമില്ല. പക്ഷെ പുള്ളിനെ ഒരു പോലീസ് നേച്ചറിൽ കൊണ്ടുവരുന്ന സാധനം അടിപൊളിയാണ്. പുള്ളി നല്ല ഒരു ടിപ്പിക്കൽ പോലീസ്മാൻ, ഒരു അത്രയും ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള സാധനം ഉണ്ട് എല്ലാവർക്കും. പിന്നെ ഈ ഇതിന്റെ ഒരു പാക്കേജും കൂടെ ആകുമ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് മാറും ഫുള്ളി. എനിക്കൊന്നല്ല എന്റെ ഒക്കെ ആയപ്പോ എനിക്ക് മറ്റേ കൺസേർട്ട് ഫീലാ തോന്നിയത് അവിടെ ഇരുന്ന്. അതാണെങ്കിൽ തിയേറ്ററിൽ എനിക്ക് ഈ സിനിമ കുറച്ചുകൂടെ റൊമാൻസ് സൈഡ് ഉണ്ടല്ലോ. അതെ, ദേവദാസിന്റെ ഒരു ആ നോവലിന്റെ തീമായത് തന്നെ. ഇത് അതിന്റെ തീമാണ് ഉദ്ദേശിച്ചത്. ദേവദാസ് തീമാണ് ഉദ്ദേശിച്ചത്. ദേവദാസ് ലാസ്റ്റ് ട്രാജഡിയാണ് ഇതില്. പിന്നെ ഇനി ട്രാജഡിയിലോട്ട് പോകണ ചിലപ്പോ അതിന്റെ ഒരു ഇതായിരിക്കും, ക്യാരക്ടേഴ്സിന്റെ ഒരു ആർക്കായിരിക്കും. റൊമാൻറ്റിക് സൈഡ് ഈ സിനിമയില് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് പെട്ടെന്ന് ഇത് ഇഷ്ടപ്പെട്ടത് അതിന്റെ റൊമാൻസ് തന്നെയാണ്. അതിന്റെ ഒരു റോസിന്റെ ഒരു ഈ ആദ്യത്തെ പുള്ളിക്കാരിയുടെ പേരുന്നു സഞ്ജന. ആ പുള്ളിക്കാരിയുടെ ഇത് തന്നെ, ആ ഒരു പാർട്ട് തന്നെ ഒരു കുറച്ച് പൊയറ്റിക്കാണ്. അത് കുറച്ച് പാർട്ടേ ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വാമിക വരുമ്പോഴും മാഡ്നസ് മീറ്റ് മാഡ്നസ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇതും അവരുടെ ഈ വയലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം കൂടെ നമ്മള്, അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പുള്ളിയുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിം ആവാൻ സാധ്യത ഉള്ളത്. ഇത് കുറെ ലേയേഴ്സ് ഉണ്ട്. പിന്നെ ഈ വയലൻസ് എന്ന് പറഞ്ഞ സാധനം, അതിനകത്ത് വയലൻസ് ഒരു സർഫസ് സാധനമാണ്, പക്ഷെ അതിന്റെ ഇന്നറിൽ വരുന്ന സാധനം ഇമോഷൻ ലവ്, അതാണ് ഇതിനെ കൊണ്ടുപോകുന്നത് ഈ ലൈനോളില്. അപ്പൊ ഇതിന്റെ കൂടെയാണ് മറ്റേ ബാക്കിയുള്ള ഈ പറയുന്ന ആക്ടേഴ്സിന്റെ സാധനം. പിന്നെ ഇതൊന്നും ഈ പാരലൽ വേൾഡ്, പല പല വേൾഡിലെ സാധനം പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെല്ലാം പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടോ, ഒരു ഇതും ഇല്ലാതെ ഒരു നല്ല പുതിയ ആള്. പുള്ളി ഒരു ഷൈ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് അങ്ങനെ സ്ക്രീനിൽ വരാനൊന്നും ഇഷ്ടമുള്ള ആളല്ല ഈ ലോകേഷ്. പക്ഷെ പുള്ളി നല്ലതായിട്ട് അഭിനയിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും. ഒരു നല്ല രസമുണ്ട്, നല്ല സ്വാഗുണ്ട്. ഒരു ബ്രോത്തൽ ഫൈറ്റ് ഉണ്ട് അതില്. ഫൈറ്റ് എല്ലാം നല്ലതാ, ഫൈറ്റ് പുള്ളി ചെയ്യുന്ന എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു സ്വാഗ് കിട്ടണ്ടേ എന്ന് പറഞ്ഞാൽ നമ്മള് ഒന്ന് കുത്തിയിട്ട് നമുക്ക് മുഖത്ത് കാണുമ്പോ ആ ഒരു ഇത് കിട്ടണം. അത് എളുപ്പമല്ല. അത് ക്യാരക്ടർ ബിൽഡിന് ഭയങ്കര ഇതാണ്. കാര്യം ഈ ഇത് നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ആ മ്യൂസിക്കും കൂടെ അത് എടാ അതിലല്ലേ എല്ലാം ഇത് വീഡിയോ സജഷൻ
അത് അത്രയും ഫേമസ് ആയിട്ടുള്ള മ്യൂസിക്കാ. എനിക്ക് മ്യൂസിക് അറിയില്ല നിങ്ങൾക്ക്. പക്ഷെ അത് നമ്മൾ കേട്ട് ഇതൊന്നും പറഞ്ഞ് ഇത് ആസ്വദിക്കാൻ പറ്റാതെ ഇല്ല. ഇതിൽ ആ ഒരു മൊമെന്റ് സത്യം പറഞ്ഞാൽ അങ്ങനെ ബിൽഡ് ചെയ്ത് ആ ഒരു ബ്രോത്തലിലെ സിറ്റുവേഷൻ നമുക്ക് അങ്ങനെ ഒരു ആളവിടെ ഉണ്ടായിട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഒരു സംഭവം പുള്ളി ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു ഷാഗ്. അത് ഇമ്മൻസ് തീയായിരുന്നു. തീ മറ്റേ ഇങ്ങനെ ഒരു ഇന്റർവെൽ ബ്ലോക്ക് പിന്നെ കത്തിച്ചു കളഞ്ഞ് മൊത്തത്തിൽ പോകാം. അതിലെ മറ്റേ പുള്ളിക്കാരിയുടെ റിയാക്ഷൻ ഒക്കെ കൂടാകുമ്പം അടിപൊളിയായിരുന്നു. അപ്പൊ ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ ഇപ്പൊ വിജയ് മാറി, വിജയ് എന്റെ സ്ട്രീമിൽ നിന്ന് മാറി. പിന്നെ ഇപ്പം സൂര്യ ഉണ്ട് മെയിൻ സ്ട്രീമിൽ തന്നെ. അജിത്തിന് വലിയ പടമൊന്നുമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വലിയ പടം ഇല്ലാത്തതാണ് എടുക്കാത്തതാണ്. എനിക്കറിയില്ല, പടങ്ങളൊന്നും അധികം വരാറില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നല്ലൊരു പ്ലേസിംഗ് ഉണ്ട്. ലോകേഷ് വരണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ല, ലോകേഷിന് നല്ല പടം കിട്ടട്ടെ. ഇല്ല എനിക്ക് ഞാൻ അത് അനുവദിക്കില്ല. എനിക്ക് ലോകേഷ് എന്ന സംവിധായകനാണ് വരണം, അല്ലാതെ നടനായിട്ട് വേറെ ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ആസ് എ ഡയറക്ടർ അതൊരു യുണീക്ക് പീസാണ്. ആ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റും എല്ലാം ഇതും അറിയാന്നുള്ള ഒരു ചുരുക്കം നല്ല ക്ലീൻ ആയിട്ട് എടുക്കുന്ന ഒരു ചുരുക്കം സംവിധായകൻ ഒരാളാണ്. അപ്പോഴ അവര് നടനായിട്ട് വന്ന് ബാക്കിയൊക്കെ വിട്ടിട്ട് വരണത് അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പുള്ളിക്ക് സ്വാഗൊക്കെ അങ്ങനെ വലിയ ആക്ടേഴ്സിനൊന്നും അധികം ഇല്ല. അല്ലെ ഇടയ്ക്ക് ചെയ്യട്ടെ, അല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് ആക്ടറായിട്ട് പുള്ളിനെ വേണ്ടെന്നാണ്. ഓക്കെ, അത് ഓക്കെ. എനിക്കും എൽസിന്റെ ബാക്കി പടം കാണാൻ ഞാനും വെയിറ്റിംഗ് ആണ്. പക്ഷെ പുള്ളിയും ഇതാണെന്ന് തോന്നുന്നു. പടത്തിലൊക്കെ അഭിനയിച്ച് കുറച്ച് കാര്യം കൂലിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്നും അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ. അല്ല, ഇതില് പടത്തില് എന്ന് പറഞ്ഞ് വേറെ സ്റ്റാർ ഇല്ലാത്തതിനും ഒരു അവർക്ക് അത്രയും ഫ്രീഡം ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ഫ്രീഡം അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നല്ലൊരു സംവിധായകന് അങ്ങനെ ഒരു വലിയൊരു സ്റ്റാർഡം അതിന്റെ ആവശ്യമില്ല. പിന്നെ ലോകേഷിന് അത്യാവശ്യം സ്റ്റാർഡം ഉണ്ട്. നമ്മൾ പറയണമെങ്കിൽ ആ പേര് ലോകേഷ് എന്ന് പറഞ്ഞ സിനിമ നോക്കിയാൽ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് കണ്ട് പേര് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ ആക്ടർമാരൊന്നും ഇല്ല. തലൈവാസിൽ വിജയനെ എനിക്ക് കണ്ടിട്ട് മനസ്സിലായി. പല ആൾക്കാരെയും എനിക്ക് അധികം കണക്ട് ആയില്ല. ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വരുന്ന സാധനമൊക്കെ. അപ്പൊ അതും ഇതാ ഈ പറഞ്ഞ എല്ലാരും നല്ല നാച്ചുറൽ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. എല്ലാരും അതിൽ ഒരു ആക്ടർ പോലും അങ്ങനെ ലൂസായിട്ട് തോന്നൂല. എല്ലാരും നല്ല രസമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. മൊത്തത്തില് ആ ഡയറക്ഷനും മൊത്തത്തില് നല്ല കഥ എഴുത്ത് സ്ക്രീൻ പ്ലേ കൊണ്ടുപോയിരിക്കുന്നത് ഭയങ്കര. അത് ഇതിനകത്ത് സെയിം. ഈ റോക്കി തന്നെ പടത്തിനകത്ത് സ്ക്രീൻ പ്ലേ കൊണ്ടുപോകുന്നത് ഭയങ്കര ഡിഫറെന്റ്. കാര്യം ഇതെല്ലാം നമുക്ക് ഇതിന്റെ തീം വന്നിട്ട് യൂഷ്വൽ സ്ഥിരം കേൾക്കുന്ന വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ ഹൗ ദേ പ്രസന്റിങ് ഇറ്റ് അത് ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ഫ്രെയിംസ് അത് ഈ ഓരോ എഴുത്തിന്റെ കേസിലും ഇതെല്ലാം പ്ലേസ് ചെയ്യുന്ന ഫ്രെയിംസ് ഒക്കെ ഇല്ലേ, അത് മറ്റേ ആ ഒരു നമ്മളെ സണ്ണിന്റെ ബാക്ക് ഡ്രോപ്പ് വെച്ചൊരു സീൻ കാണിക്കുന്നു. സെയിം വൈബ്സ് ടുഗെദർ എന്ന് പറഞ്ഞ് അവരൊരു ഷൈൻനെസ് കാണിക്കുന്നു. അത് പിന്നെ ഒരു സീ ഷോട്ട് ഉണ്ട് വൈഡ് ആയിട്ട് എടുക്കുന്നത്. അതൊക്കെ ഇമ്മൻസ് ആണ്, ഭയങ്കര പോയിറ്റിക്. ഈ പഴയ മണ്ടത്തം പടത്തിലൊക്കെ കണ്ണു പറഞ്ഞ കുറെ സാധനമൊക്കെ അതിനകത്ത് റിഫ്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ഉറപ്പായിട്ടൊരു ഹ്യൂജ് സക്സസ് ആയിരിക്കും. യെസ്, അപ്പൊ നമ്മൾ എന്തായാലും ഈ സിനിമ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. കാണാത്തവർ പോയി കാണുക. അതെ. ചുമ്മാ ഇപ്പം തമിഴില് ജനനായകൻ, കറുപ്പ്, അങ്ങനെ കുറച്ച് പടങ്ങളും അതൊക്കെ എനിക്ക് അത്ര കണക്ട് വർക്കാവാത്ത പടങ്ങളാണ്. പക്ഷെ അതും ഭയങ്കര ഹിറ്റായി. അപ്പൊ ഈ പടമൊക്കെ വലിയൊരു ഹ്യൂജ് സക്സസ് ഡിസർവ് ചെയ്യുന്നുണ്ട് തമിഴ് ഓഡിയൻസ്. പക്ഷെ പടം നല്ലതാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അങ്ങ് എടുക്കും. ബ്ലാസ്റ്റ് ഒക്കെ ഹിറ്റായ ഇതേ സമയത്ത് തന്നെയാണ് ബ്ലാസ്റ്റ് ഹിറ്റായ. അപ്പൊ ഇതും DC അവർ എടുത്ത് തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ഭയങ്കര രീതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കാര്യം ഇത്ര പ്രതീക്ഷിച്ചില്ല എന്തായാലും ആൾക്കാർ. ഒരു മിനിമം ഗ്യാരണ്ടി നോക്കി കാണും. പക്ഷെ എന്തായാലും അവരെ ലെവലിൽ ശരിക്കും നല്ല മേളിൽ പോകും. അപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പോയോ? പിന്നെ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മളൊരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു എന്താ ഉന്മാദം സിനിമ നമ്മള് ഇത് കണ്ട് കുഴപ്പമില്ല, റിലേറ്റബിൾ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കണ്ടിട്ടാണ് അത് പോയത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ സന്തോഷമാണ്. ഒരാളെങ്കിലും നമ്മളത് കേട്ട് പോകുന്നുണ്ടല്ലോ. അതെ. അപ്പൊ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഒരു ദിവസം എന്തായാലും നമ്മൾ താമസിച്ചു പോയി മൂവി റിവ്യൂയിലേക്ക് ഈ ഒരു സിനിമ റിവ്യൂ ചെയ്യാം. നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് വേണമല്ലോ, സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി കാണല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.